2 ദിവസമായിട്ടേ നമ്മൾ ഹൈദരാബാദാണ് സ്റ്റേ. ഇപ്പൊ നമ്മളുള്ളതേ ഭോപ്പാലിലാട്ടോ, മധ്യപ്രദേശ് ഭോപ്പാൽ. നമ്മൾ റാഡിസൺ എന്ന് പറഞ്ഞ ഹോട്ടലിലാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ കേട്ടോ. ഹൈദരാബാദ് ടൗണേ രാത്രി ഭയങ്കര രസാട്ടോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. അതായത് കാളവണ്ടി യാത്രക്കാർ. അങ്ങനെ നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റു. രാവിലെ 7 മണിയാണ് സമയം. ഇതാണ്ടോ നമ്മളെ വണ്ടി അടിപൊളിയായിട്ട് ഉറക്കം കിട്ടി. അടിപൊളി തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവാണ്. ഇന്ന് അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യണം, നിൽക്കാതെ ഓടണം. കാരണം ഇന്നലെ നമുക്ക് കിലോമീറ്റർ തീരെ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തോടൊന്ന് യാത്ര പറയണം. കാരണം അദ്ദേഹം ഇന്നലെ പിന്നെ രാത്രി വന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഒരുപാട് സംസാരിച്ചതാ. അതേപോലെ വെതർ കണ്ടെങ്കിൽ ന്യൂഡൽഹി 13 ഡിഗ്രി, മുംബൈ 25 ഡിഗ്രി. ഇപ്പൊ ഏകദേശം ഇവിടെ 13 ഡിഗ്രി തണുപ്പാണ്. കാണിച്ചാ വെതർ ഇതാണ്ടോ ഇവിടുത്തെ വെതർ കണ്ടെങ്കിൽ ഏകദേശം 13 ഡിഗ്രി തണുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ ഹോട്ട് ഇട്ടിക്കാണ്, ഫുള്ള് ഹൈ ആക്കിയിട്ട് ചൂടാക്കി. സീറ്റൊക്കെ ചൂടാക്കട്ടെ. സീറ്റൊക്കെ ഹോട്ടാക്കിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്ത് ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവാണ്. താങ്ക് യു. നോ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അവരോടൊക്കെ യാത്ര പറഞ്ഞു. ചായ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണിത്. ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിന് കച്ചവടമൊന്നും കൊടുക്കണില്ല. എങ്കിലും അദ്ദേഹം അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം, അവിടെ കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു തന്നു കേട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ വീണ്ടും ഹൈവേയിൽ കയറി ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് 54 കിലോമീറ്റർ സെയിം റോഡാണ്. ഈ 54 കിലോമീറ്റർ പോയിട്ടാണ് നമുക്ക് തിരിയാല്ലേ. ഇതുണ്ടോ ഇതേപോലത്തെ വാഹനങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതായത് കാളവണ്ടി യാത്രക്കാർ, കാളവണ്ടികളെ കൊണ്ടില്ല യാത്ര. അത് ഈ കർഷകരായോണ്ടേ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ഈ കൃഷിയിടത്തിന് കാവലാണ് അയാൾ അവിടെ നിന്നിട്ട് പുലർച്ചെ വരെ അയാൾ ഇതിന് കാവൽ നിൽക്കുന്നുണ്ട്. അവിടെ ടോർച്ചൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ഇത് നമുക്ക് അത്യാവശ്യം കിലോമീറ്റർ ഓടണം. അപ്പോൾ നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണ്. നമ്മൾ ജിയോന്റെ പമ്പിൽ വീണ്ടും ഫുൾ ടാങ്ക് ആക്കിക്കൊണ്ടിരിക്കണ്. ഇത് ഇടക്കിടക്ക് ഫുൾ ടാങ്ക് ആക്കണ ആൾക്ക് ഫുൾ ടാങ്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 92 രൂപയാണ് ഡീസലിന്. അപ്പോൾ ഫുൾ ടാങ്ക് ആക്കിക്കൊണ്ടിരിക്കണ്. അപ്പോൾ ജിയോന്റെ പമ്പാണ്. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. കഫേ ഉണ്ട്, ബാത്റൂം, വാഷിങ്ങിന്, നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പമ്പുകളിലുണ്ടാവും കണ്ടോ. ഹൈവേ അതിലെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ആകെ ചളിയായി. ഇതുണ്ടോ, ഇതൊന്നും സ്ക്രാച്ച് അല്ല കേട്ടോ, ചളിയായി. അടിപൊളിയായിട്ട് ആൾ നമ്മളെ വായിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാട്ടിൽ പോയിട്ട് വാഷ് ചെയ്യുക. പക്ഷേ എത്രയൊക്കെ ലോങ് ഓടുമ്പോഴേ വണ്ടിയുടെ കളർ തന്നെ മാറലുണ്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന അതേ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് ചളികൾ അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളൂ. മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ്. മഴക്കാലമാണെങ്കിൽ വണ്ടി കൊണ്ട് കറുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം നമ്മൾ എന്തായാലും ഒരു 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. മൊത്തത്തിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3000-3000 ചില്ലാൻ കിലോമീറ്റർ ഓടി വണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാം. ഇന്ന് അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്തു. രാവിലെ എണീറ്റ് വിട്ടോണ്ട് അത്യാവശ്യം നല്ല പോരൽ പോകുന്നുണ്ട്. അപ്പോൾ 6331 രൂപക്ക് അടിച്ചിട്ടു. 68 ലിറ്ററാണ് അടിച്ചത്. ഫുൾ ടാങ്ക് ഓട്ടോമാറ്റിക് കട്ടായി. നാട്ടിൽ നിന്ന് വിട്ടിട്ടേ ആദ്യമായിട്ടാണ് പൈസ കൊടുത്തത്. 6500 കൊടുത്തു നമ്മൾ. കാരണം ഗൂഗിൾ പേ നെറ്റ്വർക്ക് റെഡി ആണില്ല അവിടെ. അപ്പോൾ നമ്മൾ ക്യാഷാണ് കൊടുത്തത്. ക്യാഷ് 6300 ചില്ലാൻ രൂപ. ബാക്കിയൊക്കെ എണ്ണ അടിച്ച കണക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് അടിച്ചു, അല്ലെങ്കിൽ മറക്കും. മറ്റേതാകുമ്പോൾ ഗൂഗിൾ പേയിൽ ഉണ്ടാവും നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാം. രക്ഷയില്ല കേസ്. ഇതാണ് അവസ്ഥ. വണ്ടി ഓടിച്ചു പോകുമ്പോഴേ നമ്മൾ ശരിക്കും നേരെ നോക്കുമ്പോഴൊന്നും നമ്മൾ കാണൂല. നേരെ പോയൊരു വളമൊക്കെ തിരിഞ്ഞിങ്ങനെ കയറണത് ഇവലേക്കാരൻ റോഡിൻ്റെ നടുവിൽ നിൽക്കണത്. 2 വട്ടം ഞാൻ അപ്പോൾ വെട്ടിച്ചെടുത്ത് കഴിച്ചില്ലായതാണ്. തട്ടിയിൽ പറഞ്ഞാണ്ട്. ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ പതുക്കെ പോവാം. ഈ ഒരു ഏരിയ, പശുക്കളെ ഏരിയ കഴിയുന്നത് വരെ പതുക്കെ പോവാം. ഒരു 60-70 സ്പീഡിൽ അങ്ങനെ പോവാം. അപ്പം നമുക്ക് ചവിട്ടിയാൽ കിട്ടും. ഒരു 100-120 നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാലേ അവർ രക്ഷപ്പെടുകയും ചെയ്യും, നമ്മൾ മറിയുകയും ചെയ്യും. അപ്പോൾ ഈ മധ്യപ്രദേശ്, UP ഈ റോട്ടിലൂടെ ഒക്കെ ഓടിച്ചു പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരാണ് റോട്ടിൽ സെൻട്രൽ ഉണ്ടാവും എനി ടൈം. അപ്പോൾ ആ റോട്ടിൽ കിടക്കുന്നുണ്ടാവും. ആ ആളൊക്കെ എപ്പോഴാണ് നീച്ച് റോട്ടിലേക്ക് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മൾ ഒഴിഞ്ഞൊരു പ്രദേശത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. റോഡും പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളി. ഇനി നമുക്ക് 70 കിലോമീറ്റർ നേരെ ഈ ഹൈവേ തന്നെയാണ്.
ഇപ്പൊ നമ്മളുള്ളതേ ഭോപ്പാലിലാട്ടോ, മധ്യപ്രദേശ് ഭോപ്പാൽ ടൗണിലുള്ളത്. അടിപൊളി സിറ്റി കേട്ടോ, അടിപൊളി. എയർപോർട്ട് റോഡിനൊക്കെ കയറി പോന്നു. നല്ല കായലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക്. അടിപൊളി റോഡുകൾ, ടൗണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനില് ഇല്ല. ഒരു അടിപൊളി ടൗൺ, വലിയ ടൗൺ ആണിത്. ഭോപ്പാൽ ടൗണിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മധ്യപ്രദേശിലൂടെ തന്നെ. അതായത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ മധ്യപ്രദേശിന്റെ ഉൾഗ്രാമങ്ങൾ നമ്മൾ കണ്ടു. ഇത് മധ്യപ്രദേശിലെ ഒരു മെയിൻ ടൗൺ ആണ് ഭോപ്പാല്. അപ്പൊ ഭോപ്പാലിലാണ് ഇപ്പൊ ഉള്ളത്. എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഭോപ്പാലിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ട്രാഫിക് ആണ്, നല്ല തിരക്കുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റ് പോകണം. ഇനി നമ്മൾ കയറാൻ പോണതാണ് മഹാവീർ റോഡ്. ഹൈദരാബാദ് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ബിൽഡിങ്ങും ടൗണും കാണുന്നത് ഇപ്പോഴാണ്. പിന്നെ നമ്മൾ വേറെ എവിടേക്കും ടൗണിക്ക് കയറിയില്ലല്ലോ. നമ്മൾ പൽവാൽ എന്ന് പറഞ്ഞ ടൗണിൽ കയറി, പക്ഷെ നമ്മൾ അവിടെ കറങ്ങി പോന്നിക്കാണ്. പിന്നെ ഇവിടെ നല്ല ഹൈടെക് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതേപോലെ ടൗണുകൾക്കോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തൊക്കെ ഒന്നും ഇറങ്ങൂലല്ലോ. അപ്പൊ ഇത്ര യാത്രകൾ നമ്മൾ ടൗണും എക്സ്പീരിയൻസ് ചെയ്യണം, പിന്നെ അതേപോലെ ഉൾഗ്രാമങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ആ നാടിന്റെ കൾച്ചർ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈ റൂട്ടിന് പോരുമ്പോഴും സെയിം നമ്മൾ നേരത്തെ ഒക്കെ കണ്ട പോലെ തന്നെ കാടും മൃഗങ്ങൾ റോട്ടിക്ക് ചാടാതിരിക്കാനുള്ള കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പുതുതായി ചെയ്തിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. നല്ല വൃത്തിണ്ട് കാണാൻ. ഇതിപ്പോ കഴിഞ്ഞ ബാക്കിലൊക്കെ ഫുള്ള് റോഡ് പണി നടക്കുക. ഇത് ഫുള്ള് കാടാണ്, താഴെ ഫുള്ള് കാട്, മുകളിലൂടെയാണ് നമ്മൾ പോണത്. കേട്ടോ, മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും നിങ്ങള്, ഫുള്ള് ഫോറസ്റ്റ് ആണ്. അപ്പോൾ മൃഗങ്ങൾക്ക് താഴെ സ്വൈര്യമായിട്ട് സഞ്ചരിക്കാം, മുകളിലൂടെ നമുക്ക് ഇതേപോലെ സഞ്ചരിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ രാത്രിയാണ് അതിലൊക്കെ പാസ് ചെയ്തത്. ഇതിപ്പോൾ പകല് നമുക്ക് വൃത്തിക്ക് എടുക്കാൻ പറ്റി, ക്ലിയറിൽ. സംവിധാനം അല്ലേ, മൃഗങ്ങൾക്കും ശല്യമല്ല നമുക്കും ശല്യമല്ല. പക്ഷെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റൂല. നേരെ കണ്ടങ്ങൾ കാട് കാണണ്ടോ, ഇതിന് രണ്ട് സൈഡും കാടാട്ടോ. നടുവിലൂടെ റോഡും പോവാണ് കണ്ടോ. ഈ സൈഡൊക്കെ കാടാണ്. നമ്മളെ തൊപ്പക്കാട് മാരിത്തൊക്കെ കാട് തന്നെ. ഇവിടെയൊക്കെ പണി നടക്കണുള്ളൂ. ഇവിടെയൊക്കെ ഞാൻ കവറിങ് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള പണികൾ സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. റോഡ് ഇപ്പോൾ പണി കഴിഞ്ഞാൽ പുതിയ റോഡാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ റിട്ടേൺ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നാട്ടിലേക്ക് 1387 കിലോമീറ്റർ ഇനിയും നാട്ടിലോട്ട് ഓടണം. അപ്പോൾ ഈ കാടും അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാ കവർ ചെയ്ത ഭാഗം തന്നെ അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പ്ലെയിൻ റോട്ടിക്ക് സൈഡ് കവർ ചെയ്യാത്ത സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ആ ഒഴിഞ്ഞ പ്രദേശത്തിൻ്റെ ഇത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ. ഒഴിഞ്ഞ് നീണ്ട് നിവർന്ന് കിടക്കണം. അപ്പോൾ നമുക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാട്ടോ, പക്ഷെ ഒഴിഞ്ഞ പ്രദേശങ്ങളാണ്. നമ്മൾ പോയപ്പോഴേ ഒരുപാട് ഫോറസ്റ്റിലൂടെ കയറി, പക്ഷെ ഇത്ര ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഒക്കെ ഒന്നില്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല കാലാവസ്ഥ, അടിപൊളി റോഡ്, നല്ല ക്ലിയറിൽ നമുക്ക് ഈ കാടും റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മീറ്റർ കണക്കിനുണ്ട് കേട്ടോ ഈ കാട്. ഇതുണ്ടോ, ഒഴിഞ്ഞ് കിടക്കണ്, നീണ്ട് നിവർന്ന്. പക്ഷെ മൃഗങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. കുരങ്ങന്മാരെ പോലും റോട്ടിൽ കാണുന്നില്ല. പക്ഷെ ഇതൊരു മൃഗങ്ങളിലെ ഏരിയൊന്നല്ല. മുന്നിൽ ടൗൺ കാണുന്നുണ്ട് കേട്ടോ, ഒഴിഞ്ഞൊരു ടൗൺ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ചുരം ഇറങ്ങണ ഫീലാണ്. മലയിൽ കൂടി നമ്മൾ ചുരം ഇറങ്ങി പോണ ഒരു ഫീലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു വൻ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ വൻ പ്രൊജക്റ്റ് വരുന്നുണ്ട് ഈ ഒഴിഞ്ഞ പ്രദേശത്ത്, ഈ ഒരു കാട്ടില്. എന്താ സംഭവം എന്നാവോ. വൻ പ്രൊജക്റ്റ് പറഞ്ഞാൽ വൻ പ്രൊജക്റ്റാണ്. എന്തായാലും ഫ്ലാറ്റുകളൊന്നുമല്ല, ഈ ഫ്ലാറ്റുകളും മാളുകളും ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നീണ്ട് നിവർന്ന് കിടക്കണ ഈ കാട്ടിന്റെ സെന്ററില് ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രൊജക്റ്റാന്നാവോ. നമുക്ക് ഏകദേശം 243 കിലോമീറ്ററും ഈ ഹൈവേ ആണ്. തിരികെ മറിയൊന്നും വേണ്ട. ഇനി 253 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി വേറെ റൂട്ട്. ഞാൻ ബാംഗ്ലൂർക്ക് റൂട്ട് സെറ്റ് ചെയ്തു. അതായത് നാഗ്പൂർ വഴി ബാംഗ്ലൂർ വഴിയാണ് ഇനി പോണത്. ഇത് ലൊക്കേഷൻ ആകെ മാറാണ്, നമ്മൾ കരുവാരം കൊണ്ട് കിട്ടട്ടെ. അപ്പോൾ ബാംഗ്ലൂർ സെറ്റ് ചെയ്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹൈവേ നമ്മൾ വീണ്ടും കാട്ടിലോട്ട് കയറി. ഇവിടെ കാടിനൊരു പഞ്ചമില്ല കേട്ടോ. കിലോമീറ്റർ കഴിയുന്നിടത്തോളം കാട് കൂടാണ്. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ പ്ലേറ്റ് ഒന്നും ഒരു സീനും ഇല്ലോണ്ട്.
അവനാൻ ഇഷ്ടമുള്ള പോലെ നമ്പർ പ്ലേറ്റ് അടിക്കുന്നുണ്ട്. കണ്ടോ, ഒരുപാട് വണ്ടികളാണ് ഇതേപോലെ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണല്. ചില നമ്പർ പ്ലേറ്റ് ഓല പേരൊക്കെ എഴുതലുണ്ട്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കാണ്. ഇതുണ്ടോ ഹൈവേന്റെ സൈഡില് കടകള്. ഇതിപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കൊക്കെ ഇതേപോലത്തെ ഒരുപാട് കടകൾ ഞാൻ കഴിഞ്ഞു പോന്നു. ഒരുപാട് കടകളാണ്. ഈ മൺപാത്രങ്ങള് ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന കടകള് ഒരുപാടുണ്ട്. അങ്ങനെ നമ്മളേ ചുരം കയറി കൊണ്ടിരിക്കുകയാണ്. ചുരം അപ്പൊ അങ്ങനെ മധ്യപ്രദേശിൽ നിന്ന് നാഗ്പൂർ റൂട്ടിലുള്ളൊരു ചുരമാണിത്. അങ്ങനെ ചുരം കയറലും തുടങ്ങി. കുറെ ചുരം നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ ഈ യാത്രയിൽ. ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചുരം. ഇത് അടിപൊളി ചുരാട്ടോ, കുറച്ച് വലിയ ചുരമാണ്. സൈഡിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാനായി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ ലോറികളും ഒരുപാട് ലോറികളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഹൈവേയിൽ സൈഡാക്കിട്ടോ. ഇന്നത്തെ നോമ്പ് തുറയാൻ എന്ത് ചെയ്യുന്നുണ്ടോ, ഫുഡ് ഉണ്ടാക്കണില്ല. ഇന്ന് നമ്മൾ ഇവിടുന്ന് ആക്കാൻ പോവാണ്. കാരണം ഫ്രൂട്ട്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ഇന്ന് ഞാൻ നിൽക്കാതെ നാട്ടിലേക്ക് വിടാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ 2-3 മണിക്കൂർ പോവും. ഇന്നലെ 5:30 മണിക്ക് സൈഡാക്കിയിട്ട് പിന്നെ ആ പിറ്റേന്ന് രാവിലെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഫുഡ് ഉണ്ടാക്കിയൊക്കെ വഹിച്ച് കഴിഞ്ഞപ്പോഴത്തേന് 9-9:30 ആയി. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവിടെ കടന്നുറങ്ങി. അപ്പോൾ ഒരുപാട് സമയം പോയി. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ സമയത്തുമ്പാടെ നമ്മൾ വണ്ടി വിടാൻ പോവാണ് നാട്ടിലേക്ക് പിടിക്കാനുള്ള പരിപാടി. അപ്പോൾ ഇവിടെ എന്തൊക്കെ മെനു കാർഡ് ഇല്ലത് നോക്കട്ടെ. മെനുവിൽ എന്തൊക്കെ ഇല്ല നോക്കട്ടെ. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് എന്തൊക്കെ ഇല്ലത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. എന്തായാലും ഇനി ഒരു 1/4 മണിക്കൂറും പാടെ ബാങ്ക് കൊടുക്കാണ്ട്. റൈസൊക്കെ ഉണ്ട്, സ്റ്റാർട്ടർ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവരെ മെനു. പനീർ, തവ, റൊട്ടി. ഫുള്ള് വെജിറ്റേറിയൻ ആണ്. റൊട്ടി ഉണ്ട്, തവ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, മുന്തിരി ഉണ്ട്, അതേപോലെ സ്റ്റീം റൈസ്, അതായത് പച്ചരി ചോറ്. ഇത് കൂൺ മസാലയാണ്. കൂൺ മസാല, അതേപോലെ വെജിറ്റബിളിൻ്റെ ഒരു ഗ്രേവി, അതേപോലെ ഫുള്ള് സെറ്റാക്കി. ഇപ്പോൾ ഹൈവേൻ്റെ സൈഡിൽ തന്നെ നമ്മൾ സൈഡാക്കി നിൽക്കുകയാണ്. ഇതുണ്ടോ, ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡൊക്കെ റെഡിയാക്കിയത്. ഞാൻ ഏകദേശം സമയം നമുക്കൊരു കുറച്ച് നേരത്തെ ആയി ഫുഡ്. ഇതുണ്ടോ, ഫുഡ് കുറച്ച് നേരത്തെ ആയി. 6:15 ഒരു 15-20 മിനിറ്റും പാടെ ഇവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കും. അപ്പോൾ ഇത് ഇതേപോലെ അടച്ചു വെക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. ഹോട്ടൽ ഫുഡ് മാക്സിമം ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ എന്താ സംഭവം ചോദിച്ചാലേ, ഇന്നത്തെ സമയം നമുക്ക് കളയാനില്ല. ഇന്ന് നൈറ്റൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അതായത് നാട്ടിൽ നിന്ന് പോന്നിട്ട് ഫുള്ള് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്തതിന്. ഇനി നാട്ടിലേക്ക് വെറും 1200 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കറക്റ്റ് ഇപ്പോൾ ഇവിടെ ടൈം കളയാതെ ഫുഡ് കഴിച്ച് നേരെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് നാളെ നാട്ടിലെത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഫുഡ് ഇങ്ങനെ കഴിക്കണത്. നമ്മളെ വണ്ടി അടിപൊളിയായിട്ട് നമ്മൾ വഹിച്ച് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം ഈവനിങ്ങിൽ എങ്ങനെയുണ്ട് വണ്ടീൻ്റെ ലുക്ക് കാണാൻ. കാരണം ആ സൂര്യൻ്റെ ഗോൾഡൻ ലൈറ്റ്, ആ ഗോൾഡൻ ലൈറ്റ് നേരെ വണ്ടിമ്മക്ക് അടിക്കും. സൂര്യൻ അവിടെയുണ്ട്, ചന്ദ്രൻ ഇവിടെയുണ്ട്. രണ്ടാളുണ്ടല്ലോ, ചന്ദ്രനും ഉണ്ട് സൂര്യനും ഉണ്ട്. ഒരു അടിപൊളി നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻ്റ് കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നിട്ടേ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടി. നമ്മളിന്നേ ഞാൻ പറഞ്ഞില്ലേ ഫുഡൊന്നും ഉണ്ടാക്കാതെ മാക്സിമം കിലോമീറ്റർ ഇന്ന് കവർ ചെയ്യണം എന്നാണ് ഇന്ന് ലക്ഷ്യം. അപ്പോൾ നോമ്പ് തുറന്ന് ഫുഡ് കഴിച്ച് കയറി. ഇന്ന് നിങ്ങൾ ആ UP മധ്യപ്രദേശത്തൊക്കെ വീഡിയോ കണ്ടിക്കും എന്ന് കരുതുന്നു. ആ വീഡിയോ ഇന്നാണ്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് അതൊക്കെ പബ്ലിഷ് ചെയ്ത്. അപ്പോൾ 9 മണിക്കൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 9:53 ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൈവേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില ഏരിയയിൽ എത്തുമ്പോൾ ഒരു 10-25 കിലോമീറ്റർ നമ്മൾ ഒറ്റയ്ക്കേ കയറാം. പിന്നെ അതേപോലെ ഇടയിൽ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ചെറിയൊരു ടൗണിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 12 മണി 1 മണി വരെ വണ്ടി ഓടിക്കും. കാരണം എന്തായാലും ഇന്ന് എനിക്ക് ഉറക്ക ക്ഷീണമല്ല. ഇന്നലെ അത്രത്തോളം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വന്ന് ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഉറക്കം വന്നാൽ അപ്പം തന്നെ സൈഡാക്കും. ഉറക്കം വന്നിട്ട് നമ്മളൊരു ലക്ഷ്യം വെച്ച് ഓടൊന്നുമില്ല. ക്ഷീണം വന്നാൽ അപ്പം സൈഡാക്കും. പക്ഷെ ഇപ്പോൾ യാതൊരുവിധ ക്ഷീണമല്ല. നല്ല ഫുഡൊക്കെ കഴിച്ച് സൈഡിൽ മുന്തിരിയൊക്കെ വെച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം പോവാം. ഇപ്പോൾ എന്നും ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഹൈവേ, ലോറി, ധാബ കാര്യങ്ങളൊക്കെ തന്നെയാണ് മുന്നിലുള്ളത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് പിന്നെ വീഡിയോസ് എടുക്കാത്തത്. ഞാൻ കുറേ കിലോമീറ്റർ ഓടി പോന്നിട്ട് ഒരു അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷത്തിൽ കാണാം. ഒരു കോള് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. യാതൊരു വിധ തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോൾ പ്ലാസയിൽ പെട്ടിക്കാണ്. സ്കാനറിൽ പൈസ ഉണ്ട്, പക്ഷേ ഒരു സ്കാൻ ചെയ്ത് റെഡി ആയിട്ടില്ല.
അങ്ങനെ ഇന്നലെ നമ്മളേ വണ്ടി പിന്നെ ഒരു അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ട് നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ സൈഡാക്കി നന്നായിട്ട് ഉറങ്ങി എണീറ്റിപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ യാത്ര തുടങ്ങി. ഇപ്പം ഏകദേശം 7:45 ഇനി നമ്മൾ ബാംഗ്ലൂർക്കാണ് ലൊക്കേഷൻ ഇട്ടിരുന്നത്. ബാംഗ്ലൂർക്ക് 1031 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വണ്ടി എടുത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഏത് വാഹനങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1-2 വട്ടം ചാവി അല്ലെങ്കിൽ മീറ്ററൊക്കെ ഓണാക്കിയിട്ട് നമ്മുടെ ഹീറ്റർ ഫ്ലഗൊക്കെ ഒന്ന് ഓണായി ഒന്ന് ഹീറ്റായി വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ ഈ ഓയിലൊക്കെ ഒന്ന് കയറി കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ 2 മിനിറ്റ് ഇട്ടിട്ട് എൻജിൻ വർക്കിംഗ് ആയി. പിന്നെ 3 ലോങ് ഓടി വരുന്ന വണ്ടിയല്ലേ, പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാണ്. പിന്നെ നമ്മൾ വണ്ടി എടുത്തേക്കന്നെ ചവിട്ടി പിന്നിച്ചരുത്. ഒരു 2-3 കിലോമീറ്റർ എന്ത് ചെയ്യണം, നമ്മളൊരു 40-60 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ എൻജിനിൽ ഓയിലൊക്കെ ഒന്ന് കയറി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിടാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാഴ്ചകൾ കണ്ടാലേ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ എന്നും എടുക്കണ പോലെ തന്നെ കാഴ്ചകളും റോഡുകളും ഹൈവേകളും ലോറികളൊക്കെ തന്നെയാണ് മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർ വെച്ച് പിടിപ്പിക്കാൻ പോവാണ്. അതായത് 1000 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യുന്നത് ഈ 1000 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ്. ഇപ്പം മീറ്ററിൽ 1026 കാരണം ആ ബാറ്ററി കണക്ഷൻ ഊരിയപ്പോൾ ഓഡോമീറ്റർ എന്തായി, ട്രിപ്പ് വീണ്ടും 0ക്ക് വന്നു. അങ്ങനെ അവിടുന്ന് അതിന് ശേഷം ഓടിയതാണ് ഈ 1026. നമ്മൾ ടോട്ടൽ കിലോമീറ്റർ നാട്ടിൽ നിന്ന് പോകുന്ന നമ്മളെ വണ്ടീൻ്റെ ടോട്ടൽ കിലോമീറ്ററിന് കണക്കൂട്ടിയാൽ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഓടി വന്ന് ഹൈദരാബാദ് എത്തി. ഹൈദരാബാദാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹൈദരാബാദ് കറക്റ്റ് ടൗണിലുള്ളത്. ഫുള്ള് ബ്ലോക്കാണ്. ഹൈദരാബാദ് ഫുള്ള് ബ്ലോക്ക് പെട്ടുക. അങ്ങനെ നമ്മളെ യാത്രയെ ഹൈദരാബാദ് എത്തി നിൽക്കുകയാണ്. നമ്മൾ ഹൈദരാബാദാണ് സ്റ്റേ. അപ്പോൾ നമ്മൾ റാഡിസൺ എന്ന് പറഞ്ഞ ഹോട്ടലിലാണുള്ളത്. ഇവിടെ നിന്നല്ലേ ഹൈദരാബാദ് ടൗണിൻ്റെ വ്യൂ ഒന്ന് കാണിക്കട്ടെ. നിങ്ങൾ 14ാമത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മളെ റൂം. ഇവിടെ നിന്നല്ലേ വ്യൂ നോക്കുകയാണെ നല്ല അടിപൊളിയായിട്ട് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഹൈദരാബാദ് ടൗണ്. ഒരു മിനി ദുബായിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ ഹൈദരാബാദ്. അതായത് അത് ഫുള്ള് താമസക്കാരാണ്, ചെറിയ ഫ്ലാറ്റുകൾ. രാത്രി ഇങ്ങനെ കാണണം ഇവിടുത്തെ വ്യൂ. അടിപൊളിയാണ്. റോട്ടിലൂടെ വണ്ടികൾ പോകണുണ്ട്. ഞങ്ങൾ നല്ല തിരക്കാ, അതുകൊണ്ടോ. അപ്പൊ നേരെ ഹൈദരാബാദ് വന്നിട്ടേ നമ്മൾ കുറേ ദിവസമായിട്ട് വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണ്, അതേപോലെ വണ്ടിയിൽ തന്നെ ഉറങ്ങണത്, അതേപോലെ ഫുഡൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ച് ഒരു പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിലാണ് ഇപ്പൊ നിങ്ങളൊരു ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണത് കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നേരെ ഹൈദരാബാദ് വന്നപ്പോൾ നമ്മളെല്ലാ ഫീല് ഫുള്ള് ഇവിടെ തീർന്നു. ഇവിടെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഫുള്ള് ഹൈദരാബാദിൽ വന്ന നല്ല കിഡിലം മന്തി, അതേപോലെ മട്ടൻ സൂപ്പ്, പിന്നെന്താണ് മട്ടൻ ഹലീം ഉണ്ട്. അതേപോലെ മട്ടൻ ഹലീം, ചിക്കൻ ഹലീമൊക്കെ ഉണ്ട്. ഹൈദരാബാദിൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ കഴിച്ച് പിന്നെ ഹൈദരാബാദിൽ 2-3 പേരായിട്ട് നമുക്ക് മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റി. കുറേ കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മളെ യാത്ര പോയി ഏകദേശം 4000 ചില്ലാൻ കിലോമീറ്ററും നമ്മൾ കവർ ചെയ്തു. ഇനി നാട്ടിലേക്ക് വെറും 20 മണിക്കൂർ നമ്മൾ നിൽക്കാതെ റൺ ചെയ്താൽ നാട്ടിലെത്തും. ഏകദേശം നാടെത്തി തന്നെ നമുക്ക് പറയാം. കാരണം ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഇനി നേരെ 400 കിലോമീറ്റർ ഓടിയ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ നാടെത്തി തന്നെ പറയാം. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും. ഇങ്ങനത്തെ റൂം റിവ്യൂ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ റൂം റിവ്യൂ അല്ലെങ്കിൽ ഹോട്ടലിൽ നമ്മൾ താമസിക്കണമെന്ന് നമ്മൾ കാണിക്കില്ല. പക്ഷെ ഇതൊരു ട്രാവൽ വ്ളോഗായി. അപ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിൽ തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം നമുക്ക് വേണ്ട നമ്മുടെ ലാപ്ടോപ്പ് ബാഗ്, നമ്മുടെ ഹാൻഡ് ബാഗ്, അതേപോലെ നമ്മളെ കുറച്ച് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ നമ്മൾ റൂമിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല അടിപൊളി ഹോട്ടൽ കിട്ടും, നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ. പിന്നെ 5 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് എന്താ വെച്ചാൽ നെറ്റ്വർക്ക്, വൈഫൈ കാര്യങ്ങൾ, നമുക്ക് വേണ്ട സൗകര്യം, അതേപോലെ ചെറിയൊരു ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റൂം ചൂസ് ചെയ്ത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വൃത്തിക്ക് നടന്ന് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം, അതിൻ്റെ പൂർണ്ണ വിശേഷങ്ങൾ കാണാം. ചിലപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടായിരിക്കും ആ വീഡിയോ വരിക. കാരണം ഇന്ന് ഞാൻ നേരെ നാട്ടിലെത്തിയിട്ട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നേരെ വിട്ടാൽ ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ 10:43 ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോഴത്തേന് എനിക്ക് നാട്ടിലെത്താം. അപ്പോൾ ഇനി നാട്ടിലെത്തിയിട്ടായിരിക്കും ബാക്കി വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും അപ്ഡേഷനൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സ്ഥിരമായി നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇങ്ങനൊരു എപ്പിസോഡ് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലേ ഈ ഒരു യാത്രേൻ്റെ ഫുള്ള് വൈൻഡപ്പ് വിശേഷങ്ങൾ യാത്രയിൽ സംഭവിച്ചതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ
അതേപോലെ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുള്ള ഒരൊറ്റ വീഡിയോമാടെ ഇനി നമ്മളെ ചാനലിൽ ഈ ഒരു എപ്പിസോഡുമായിട്ട് വരും. പിന്നെ വാഹന വിശേഷങ്ങളുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഏതായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയ വിശേഷങ്ങളും ഒരു ബിഗ് അപ്ഡേഷനൊക്കെ വരാണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ഈ വീഡിയോ ഇതുവരെ കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഹൈദരാബാദ് ടൗണേ രാത്രി ഭയങ്കര രസമാട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ ഓണാണ്. കാരണം എല്ലാ ഫുഡ് കോർട്ടുകളും കാര്യങ്ങളും ഫുൾ ഓണാണ്. എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. നല്ല ചായയും അലീമും അതേപോലത്തെ റൊട്ടി, പിന്നെ അതേപോലെ മന്തി കാര്യങ്ങൾ, ഒരുപാട് ഫുഡ് കോർട്ടുകളാണ്. നല്ല രസമാണ്.